പ്രൊപ്പഗേഷൻ എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആട്ടോ ഇത്. നമ്മൾ കാണുമ്പോൾ ആയിരിക്കും ഇത് പിടിച്ചു കിട്ടാൻ കുറച്ച് പാടാണ്, ഇതിനൊരുപാട് പോട്ടി മിക്സ് വേണമെന്നൊക്കെ വിചാരിക്കും. നമ്മൾ മെയിനായിട്ട് വാട്ടർ പ്രൊപ്പഗേഷൻ ചെയ്യാറുണ്ട്. പിന്നെ ഇതിൻ്റെ തണ്ട് കട്ട് ചെയ്തിട്ട് അത് പ്രൊപ്പഗേറ്റ് ചെയ്യാറുണ്ട്. പുതിയ തൈ ഉണ്ടാക്കിയിട്ട് അത് പ്രൊപ്പഗേറ്റ് ചെയ്യാറുണ്ട്. വാട്ടർ പ്രൊപ്പഗേഷനിൽ നമ്മൾ ലീഫും അതുപോലെ തന്നെ തണ്ടും പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാറുണ്ട്. ചെറിയൊരു ലീഫ്, ഇതിൻ്റെ ഒരു ലീഫ് കിട്ടിയാൽ നമുക്ക് ഇതുപോലുള്ള ഒരുപാട് ചെടികൾ ഉണ്ടാക്കിയെടുക്കാം. ലീഫ് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുക, അതുപോലെ തണ്ട്, മൂത്ത തണ്ട് നോക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കാണാം. അപ്പം നമ്മൾ ഏകദേശം ഒരു 1-2 മാസങ്ങൾക്ക് മുന്നേ കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള തണ്ടിൻ്റെതാണ് കാണിച്ചു തരുന്നത്. ഇതിൽ നിന്ന് കണ്ടില്ലേ നന്നായിട്ട് കിഴങ്ങ് വരുന്നത്. ഈ ഒരു തണ്ടിൽ നിന്ന് തന്നെ 2 കിഴങ്ങാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം വേരും വന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ തണ്ടിൽ നിന്നും വേര് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് ഏറ്റവും ഒരു മൂത്ത തണ്ടായിരുന്നു. ആ മൂത്ത തണ്ടിൽ നന്നായിട്ട് ഈ ഒരു കിഴങ്ങ് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് വേരും വരുന്നുണ്ട്. ഇതിന് നമ്മൾ ബൾബ് എന്നാണ് പറയുന്നത്. നമ്മൾ ഓരോ പേരിൽ ഈ ചെടിയിൽ ഇതൊക്കെ അറിയപ്പെടുന്നുണ്ട്.